Hello guys, welcome back to my YouTube channel Life and Living. ഞാൻ വേറെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടും എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് ഗ്യാപ്പായി പോയി. കുറച്ചത്ര അങ്ങ് ആക്റ്റീവ് അല്ലായിരുന്നു യൂട്യൂബില്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓണം വെക്കേഷൻ സമയത്തൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ എടുക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ ഗൈസ് എനിക്ക് പനി വന്നിട്ട് ആകെ മൊത്തം വയ്യാണ്ടായി പോയി. ആ ഒരു വെക്കേഷൻ ടൈം ഫുൾ, ആ 10 ദിവസം ഫുൾ കിടപ്പായിരുന്നു, ആകെ വയ്യായിരുന്നു. അതുകൊണ്ട് എന്റെ പ്ലാനുകളൊന്നും നടന്നില്ല, വീഡിയോസ് ഒന്നും അധികം വന്നില്ല. ഞാൻ കുറച്ചൊരു ഗ്യാപ്പ് ആയ പോലെ ആയിപ്പോയി, അത്ര ആക്റ്റീവ് ആവാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഇൻസ്റ്റയിൽ നിങ്ങൾ അയക്കുന്ന കമന്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതിനൊക്കെ കുറച്ച് ഡിലേ വന്നാലും ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ആവശ്യം കൊണ്ടാണ് മെസ്സേജ് അയക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റയിൽ എന്താണെങ്കിലും എനിക്ക് പറ്റുന്ന ഇച്ചിരി ഡിലേ വന്നാലും ഉറപ്പായിട്ടും എല്ലാവർക്കും ഞാൻ റിപ്ലൈസ് കൊടുക്കാറുണ്ടായിരുന്നു. ടോപ്പിക്സ് ചോദിക്കുന്ന എല്ലാം അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബിറ്റി പ്രിപ്പറേഷൻ ക്ലാസ്സിന്റെയും കാര്യങ്ങളിലൊക്കെ ഞാൻ റിപ്ലൈസ് തരാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത്ര അധികം ആക്റ്റീവ് അല്ലാഞ്ഞിട്ട് കൂടി നിങ്ങൾ എന്റെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അതിന് തന്നെ അത്ര ആക്റ്റീവ് അല്ല ഞാൻ സോറി, ഞാൻ റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഇനി പോകുന്നത്. പക്ഷെ ഇനി ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ആക്റ്റീവ് ആകാൻ നോക്കും. അതായത് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് കണ്ടപ്പോൾ, അതായത് ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാണ്. കാരണം ഞാനിത് നമ്മൾ വളർന്നു വരുന്ന ഒരു ചാനലാണ്. പക്ഷെ നിങ്ങൾ അത് കാണുന്നുണ്ട്, നിങ്ങൾ എനിക്കത് ചിലർ ടോപ്പിക്സ് കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല, അല്ലാതെ എനിക്ക് ഇങ്ങോട്ട് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആയിരുന്നു വീഡിയോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ടൈം അതിന് എനിക്ക് ആ ഒരു മെസ്സേജ് അയക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സമയത്തിനൊക്കെ എനിക്ക് വളരെയധികം ഞാൻ താങ്ക്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് അത്രയും ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ, അത്ര യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വളരെയധികം ഹാപ്പിനെസ് തോന്നി. സോ ഞാൻ എന്താണെങ്കിലും റെഗുലർ ആയിട്ട് ഇനി ആക്റ്റീവ് ആയിട്ട് വീഡിയോസ് ഇടാൻ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ജർമ്മൻ റിലേറ്റഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ ഓരോ, അതായത് മൊഡ്യൂൾസ് വൈസുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഓരോ, അതായത് ഷ്രൈബൻ ആവട്ടെ, സ്പ്രഹൻ, ലേസൺ, ഹിയോറൻ, വൊക്യാബ് പഠിക്കണം എങ്ങനെയാന്നൊക്കെ ഉള്ള എല്ലാ ടൈപ്പ് ഓരോന്ന് ബേസ് ചെയ്തുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒരുപാട് പേര്, ഞാൻ അത് വലിച്ചു നീട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഒരുപാട് പേര് കണ്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് റിയലി യൂസ്ഫുൾ ആയി എന്നുള്ളത്. സോ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ഫോർമാറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ഷ്രൈബൻ ആണ് കുറെ പേർക്ക് കിട്ടാൻ പാട്. അതായത് നമുക്ക് പഠിക്കാൻ അത്ര പാടില്ല ഷ്രൈബനെങ്കിലും കിട്ടാൻ പാട്. കാരണം ചില ഫോർമാറ്റുകളുടെ കാരണവും അങ്ങനെ ചെറിയ ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇന്ന് ഞാൻ വേറൊരു കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നേക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ലിവ്. അപ്പൊ ഗൈസ്, ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് നമ്മുടെ കൊച്ചി ട്രിവാൻഡ്രത്തിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മൊത്തത്തിൽ ഒരു പാസിംഗ് റേറ്റ് വളരെ കുറവാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്റെ ആണെങ്കിലും എനിക്ക് കുറെ അറിയാവുന്ന ആൾക്കാരെ ഞാൻ കണ്ടു, അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തവരാണ്. പക്ഷെ അത്ര പാസിംഗ് റേറ്റ് മൊത്തത്തിൽ ഇച്ചിരി കുറവാണ്. സോ നിങ്ങൾ ഇപ്പൊ എക്സാം എഴുതിയിട്ട് അങ്ങനെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഫെയിൽ ആയി പോയെങ്കിൽ നിങ്ങൾ ഒരിക്കലും മെന്റലി ഡൗൺ ആയി പോകരുത്. നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കുറവാണ്, റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വളരെ നമ്മൾ മെന്റലി, ഞാൻ എത്രയൊക്കെ നിങ്ങളോട് പറഞ്ഞാലും ഞാനാണെങ്കിലും വളരെയധികം മെന്റലി നമ്മൾ ഡൗൺ ആയി പോകും. നമുക്കത് പിന്നെ ചെയ്യാൻ തോന്നില്ല. പക്ഷെ അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കുക. എന്താണേലും നമ്മൾ ഇവിടെ ഇറങ്ങി, ഇനിയിപ്പോ നമുക്ക് ഫുൾ അതിലേക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണുള്ളത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് ടൈം എഴുതിയവരാവട്ടെ, അല്ലെങ്കിൽ സെക്കൻഡ് തേർഡ് ടൈം ഒക്കെ എഴുതിയിട്ടാണ് നിങ്ങൾ ഫെയിൽ ആയെങ്കിലും നിങ്ങൾ ഒരിക്കലും മെന്റലി ഡൗൺ ആയിട്ട് അത് നിർത്തിക്കളയരുത്. കാരണം നമ്മൾ ഇത്രയും നാള് വന്നത് എന്താണ്, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർഡ് വർക്ക് മാത്രമല്ല. ഇങ്ങനത്തെ മിക്ക എക്സാമുകളും അതെ, ഇതിനകത്ത് ഒരു ലക്ക് ഫാക്ടറും കൂടി ഉണ്ട്. ഹാർഡ് വർക്ക് പ്ലസ് ലക്ക് ഫാക്ടർ ആണ്. അപ്പൊ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഒരു ലക്ക് ഫാക്ടറും കൂടി വേണം. അതുകൊണ്ട് നിങ്ങൾ ബാഡ് ആവരുത്. നിങ്ങൾ ഇനി വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇനി റിസൾട്ട് കിട്ടില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ ഇനിയും വർക്ക് ചെയ്യുക. അതാണ്, നിങ്ങൾ ഇപ്പൊ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും നാളും ചെയ്ത ഹാർഡ് വർക്ക്, നിങ്ങൾ മുടക്കിയ എക്സ്പെൻസുകൾ, നിങ്ങളുടെ ടൈം എല്ലാം വേസ്റ്റ് ആയ പോലെ ആവും. അപ്പൊ നമ്മൾ ട്രൈ ചെയ്യുക. അതായത് നമുക്കിതിന് നമ്മൾ ജസ്റ്റ് പഠിക്കുന്ന മാത്രമല്ല, നമുക്ക് ഒരുപാട് ചെലവ് ആവുന്നുണ്ട്. എക്സാം ഡേറ്റ് എടുക്കുന്നത്, എക്സാമിന് പോകുന്നത്, കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എക്സ്പെൻസ് ആവുന്നുണ്ട്. നമ്മുടെ ടൈമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഇനിയും വർക്ക് ചെയ്യുക. നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ നമ്മൾ ചെലവാക്കിയ എല്ലാം, നമ്മുടെ ടൈം മണി എല്ലാം വേസ്റ്റ് ആവുന്ന പോലെയാണ്. ഒരിക്കലും മെന്റലി ഡൗൺ ആയി പോയത്. നമ്മൾ ഫെയിൽ ആയെങ്കിൽ വാട്ട്സ് നെക്സ്റ്റ് അത് നോക്കുക എന്നുള്ളേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതിൽ പിടിച്ച് തൂങ്ങി കിടന്നിട്ട് ഒരു കാര്യമില്ല. നമുക്കത് ഒന്നും മാറ്റം വരുത്താൻ പറ്റത്തില്ല. അപ്പൊ
അപ്പൊ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കുക, ഇനി എവിടെയാണ് നമുക്ക് എക്സാം സ്ലോട്ട് കിട്ടുക. നമ്മൾ ഓൾറെഡി എക്സാം പ്രിപ്പറേഷൻ ചെയ്ത് നമ്മൾ എക്സാം ആയിട്ട് ഇനി എക്സാം പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട, നമ്മളത് വീണ്ടും റിവൈസ് ചെയ്ത് വരിക എന്നുള്ളതാണ്. അപ്പൊ നെക്സ്റ്റ് എവിടെയാണ് എക്സാം സ്ലോട്ട് ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് ഉടനെ എക്സാം നടക്കുന്നതൊക്കെ നോക്കി നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കുക. ഒരിക്കലും അവിടെ മെന്റലി ഡൗൺ ആയി നമ്മൾ ഒരു ഗ്യാപ്പ് വരുത്തരുത്. നമ്മളവിടെ ഓക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ എഴുതുന്നുള്ളൂ എന്ന് പറഞ്ഞ് പോകരുത്. ഒരു ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ ഇതൊരു ലാംഗ്വേജ് ആണ്, നമ്മുടെ മദർ ടങ് അല്ല, നമ്മൾ പുതിയൊരു ലാംഗ്വേജ് പഠിച്ചാണ്. എത്രത്തോളം പഠിച്ചാലും തീരാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു ലാംഗ്വേജ് ആണ്. സോ നമ്മളത് ഇപ്പൊ ഒരു ഡിലേ വരുത്തി ഒരു ഗ്യാപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ഗ്യാപ്പായി പോവുകയും നമ്മുടെ ടച്ച് പോവുകയും ചെയ്യും. നമുക്ക് പിന്നെ എത്രത്തോളം നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഫ്ലോ ഒന്നും നമുക്ക് കിട്ടില്ല. സോ നമ്മൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് പോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈമും അതേപോലെ നമ്മുടെ ആ ഒരു ലാംഗ്വേജിൽ ഉണ്ടായിരുന്ന നമ്മുടെ നോളേജ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. സോ അതുകൊണ്ട് നിങ്ങൾ നിന്ന് പോകരുത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കുക, അടുത്ത് എവിടെയാണ് എക്സാം റിസൾട്ട് ഉള്ളത് നോക്കുക, എവിടെയാണ് എക്സാം സ്ലോട്ട് ഉള്ളത് നോക്കുക, അതിന് ചെയ്യുക. എക്സാം പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുക. അതായത് ഞാൻ എപ്പോഴും എന്റെ നേരത്തെ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എക്സാം പ്രിപ്പറേഷൻ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എക്സാം പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് എങ്ങനെയാണ് റിസൾട്ട്, എനിക്ക് 100% കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്റെ എക്സാം എനിക്ക് കിട്ടുമെന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എത്ര 100% കോൺഫിഡൻസ് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ഇതിന്റെ കൂടെ ഒരു ലക്ക് ഫാക്ടറും കൂടി ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. സോ അതുകൊണ്ട് നമ്മളിപ്പോ എക്സാം പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ എക്സാമിന്റെ റിസൾട്ട് വരാൻ വേണ്ടി ഒരു 1 മന്ത് എടുക്കുമായിരിക്കും. അത്രയും നാൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ടച്ച് കുറയുകയാണ്. അപ്പൊ നമുക്ക് എക്സാം കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. സോ അതുകൊണ്ട് എക്സാം കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ റെസ്റ്റ്, നമ്മൾ 2 ദിവസം 3 ദിവസമൊക്കെ ജസ്റ്റ് ഫ്രീ ആവുന്ന പോലെ അല്ല നമ്മൾ ഒരു റിസൾട്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എക്സാം പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുക. പ്രത്യേകിച്ച് സ്പീക്കിങ്ങിന് നിങ്ങൾ ടച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ നോളേജ് കുറയും, നിങ്ങൾക്ക് ആ ഫ്ലോ കിട്ടില്ല, പഴയതുപോലെയുള്ള ഫ്ലോ കിട്ടില്ല. സോ സ്പീക്കിങ്ങിൽ ഫോക്കസ് കൊടുത്തിട്ട് എക്സാം കഴിഞ്ഞാലും, എക്സാം എന്തോ ആവട്ടെ, നിങ്ങൾ എക്സാം കഴിഞ്ഞു, നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു, കോൺഫിഡൻസ് ഇല്ല, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രിപ്പറേഷൻ അതേപോലെ, നിങ്ങൾ എക്സാമിന് എഴുതി അത്രയും പ്രിപ്പറേഷൻ ചെയ്തില്ലെങ്കിലും എന്നും നിങ്ങൾ ഈ ലാംഗ്വേജ് ആയിട്ടൊരു ടച്ച് ഉണ്ടാവണം. സ്പീക്കിംഗ് ആകട്ടെ, ഷ്രൈബൻ ആകട്ടെ, ലേസൺ ഹ്യോറൻ, ഇതെല്ലാം ടച്ച് ഉണ്ടാവണം. ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവുക. അതാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. പിന്നെ അതാണ് സ്പ്രഹനാണ് ഞാൻ എക്സ്പെഷ്യലി എടുത്തു പറയുന്നത്. കാരണം സ്പ്രഹൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ സംസാരിച്ചാണ് നമ്മൾ അതിനൊരു ഫ്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് അറിയാവുന്ന എത്രത്തോളം ഗ്രാമാറ്റിക്സ് കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞാലും നമ്മളത് പ്രാക്ടീസിൽ വരുത്തിയാലാണ് നമുക്ക് അതിന് ഹെൽപ്ഫുൾ ആവുക. അതുകൊണ്ട് നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ടായിക്കോട്ടെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ കാഷ്വൽ ടോക്ക്, നിങ്ങൾ ടോപ്പിക് വൈസ് തേമ പ്രാക്ടീസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാഷ്വൽ ടോക്സ് നടത്തിയാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തേമ പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ തനിയാണെങ്കിലും തേമ ടോപ്പിക്സ് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനൊരു ടച്ച് ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാം, ഇതാണ് എനിക്ക് മെയിൻലി സ്പ്രഹന്റെ കേസിൽ പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് വൊക്യാബ് നമ്മൾ ഒരുപാട് നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നിങ്ങൾ നിങ്ങൾ ആ പഠിക്കുന്ന വൊക്യാബ് നിങ്ങൾ എന്താണ്, നിങ്ങൾ ഷ്രൈബൻ എഴുതുവാണെങ്കിൽ ആ ഷ്രൈബനിലേക്ക് ആഡ് ആക്കണം. നമ്മൾ ജസ്റ്റ് ഇത്ര നമ്പർ ഓഫ് വൊക്യാബ്സ് നമുക്ക് അറിയാം എന്ന് പറയുന്നതിലൂടെ കാര്യമില്ല. നമ്മൾ എഴുതുന്ന ഷ്രൈബനിലും നമ്മൾ സംസാരിക്കുന്ന സ്പ്രഹനിലും അത് നമ്മൾ ആഡ് ആക്കുക എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. അന്നേരമാണ് നമ്മൾ ആ വൊക്യാബ് പഠിച്ചതിനൊക്കെ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾ ഇപ്പൊ ഷ്രൈബൻ എഴുതുവാണെങ്കിൽ അതായത് നമ്മൾ ഒരുപാട് കട്ടിയുള്ള വൊക്യാബ്സ് യൂസ് ചെയ്യണം എന്നല്ല, പക്ഷെ നിങ്ങൾ പുതിയ വൊക്യാബ് നമ്മൾ A1 A2 ഉപയോഗിക്കാൻ പുതിയ വൊക്യാബും കാര്യങ്ങളും നിങ്ങൾ യൂസ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഷ്രൈബനിലും സ്പ്രഹനിലും ഒക്കെ നിങ്ങൾ ആഡ് ആക്കുക. നമ്മൾ ലേസണിലുള്ള നമുക്ക് അത് ആഡ് ആക്കാൻ പറ്റില്ല. ഷ്രൈബനും സ്പ്രഹനിലാണ് നമുക്ക് അറിയിക്കാൻ പറ്റും നമുക്ക് എത്രത്തോളം ഗ്രാമാറ്റിക്സ് ഉണ്ട്, എത്രത്തോളം നമുക്ക് നോളേജ് ഉണ്ടെന്നുള്ളത് ഒരു ലാംഗ്വേജിന്റെ. അത് നിങ്ങൾ ഉപയോഗിക്കുക. ഇപ്പൊ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ എക്സാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞവരാണ്, അതായത് നിങ്ങളിപ്പോ ഷ്രൈബന്റെ ആണെങ്കിൽ നിങ്ങൾ എല്ലാ ബ്രീഫും ബ്ലോഗും ഒക്കെ നിങ്ങൾ എഴുതി നോക്കിയിട്ടിരിക്കുന്നവരാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് എക്സാമിന് വേണ്ടി എല്ലാം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ ബ്രീഫും ബ്ലോഗും ഒക്കെ എഴുതി കഴിഞ്ഞ് ഇനി നിങ്ങൾ ജസ്റ്റ് അത് വായിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മൾ എഴുതിയ ഷ്രൈബൻ കാണാപ്പാഠം പഠിക്കരുത്. കാരണം നമ്മളിപ്പോ കൃത്യമായിട്ട് എല്ലാം കറക്റ്റ് ചെയ്ത ഷ്രൈബനും അതായത് ലെറ്ററും ബ്ലോഗും നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ട് നമ്മൾ പോയി എഴുതി കഴിഞ്ഞ് അവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യന്റെ ഒരു പോയിന്റ് ജസ്റ്റ് ഓരോന്ന് മാറ്റി ഒരു പുതിയൊരു പോയിന്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് തനിയെ എഴുതാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു പോകും. അതേസമയം നിങ്ങൾ ഈ എഴുതിയ ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ വീണ്ടും തനിയെ അത് എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തനിയെ എഴുതാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് അതെന്താ ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ ചേഞ്ച് ആയി വന്നാലും നിങ്ങൾക്ക് തനിയെ എഴുതാൻ സാധിക്കും. സോ അതാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. നമ്മളിത് ഇപ്പൊ ChatGPT തരും, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, ChatGPT അതിന്റെ ഫുൾ ഉത്തരം നമുക്ക് തരും. അത് നമ്മൾ പഠിച്ചുകൊണ്ട് പോയി നമ്മൾ അത് തന്നെ എഴുതി എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ എന്തോ ഒരു കാര്യം ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുമെന്നൊന്നും പറഞ്ഞു ഗ്രാമാറ്റിക്സ് എത്ര കറക്റ്റ് ആണ് നമുക്ക് കിട്ടണമെന്ന് ഒരു ഉറപ്പില്ല. കാരണം പ്രത്യേകിച്ച് നിങ്ങൾ എഴുതിയേക്കുന്ന ChatGPT എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ട് തരുന്നൊന്നുമില്ല. നിങ്ങൾ ഇതേപോലെ തന്നെ വേറൊരാളും ചെയ്തിട്ടുണ്ട്, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുവന്നാൽ തന്നെ അല്ലെങ്കിൽ ഇത് ഒരു വർഷങ്ങളായിട്ട് ചെക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവരത് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങളിത് എന്തെങ്കിലും
എന്താ പറയാ, നിങ്ങൾ നെറ്റിൽ നിന്ന് നോക്കി പഠിച്ചാണോ എന്നൊക്കെ ഏകദേശം മനസ്സിലാവും. കോമൺ ആയിട്ട് ആൾക്കാർ എഴുതാത്ത കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങളെ തോപ്പിക്കാനുള്ള ചാൻസ്, നിങ്ങൾ എത്ര കറക്റ്റ് എഴുതിയാലും നിങ്ങൾ തോപ്പിക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് പക്ക ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതിയ സാധനം നിങ്ങൾ കാണാപ്പാടം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത് കാണാപ്പാടം പഠിച്ചാൽ അവർക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ മാറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തനിയെ എഴുതാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളെ തന്നെ അവിടെ ഒരു ചതിക്കുന്ന രീതിയാണ്. അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കഴിവിനെ ഇല്ലാണ്ടാക്കുവാണ്. നിങ്ങളൊരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ എഴുതി വെച്ചു, ഓക്കെ, നിങ്ങൾ അത് എന്താണ് അത് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി കറക്ഷൻ ചെയ്യാൻ വേണ്ടി ടീച്ചറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെ കറക്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ChatGPT ടൂൾസ് ഒക്കെ ഉപയോഗിച്ചോളൂ. അത് കൊടുക്കുമ്പോൾ അവരോട് കറക്റ്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ എഴുതിയ സാധനം തന്നെ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അവർ പറഞ്ഞു തരും. പക്ഷെ അതേസമയം നമ്മൾ അവരെഴുതിയത് ആ ChatGPTയോട് ഫുൾ ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ട് അത് പഠിച്ചുകൊണ്ട് പോകുന്നതിൽ കാര്യമില്ല. നമ്മൾ എഴുതിയിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ പിന്നെയും ശരിയാണ്, നിങ്ങൾക്ക് കറക്ഷൻ എവിടെയാണെന്നൊക്കെ അവർ പറഞ്ഞു തരാൻ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അത് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഒറ്റയ്ക്കാണോ, നമുക്ക് ടീച്ചർ ഒന്നും ഇല്ലെങ്കിൽ ഈ പറയും പോലെ നമുക്ക് തെറ്റാണോ നമ്മൾ എഴുതുന്നതെന്ന് അറിയാൻ വേണ്ടി അതൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാവുന്ന മെത്തേഡുകൾ. പക്ഷെ ഒരിക്കലും നിങ്ങൾ എഴുതിയ സാധനം നിങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ട് പോകരുത്. ഞാൻ 100 വട്ടം പറയുന്നത്. നിങ്ങൾക്ക് എക്സാം അറ്റ്ലാസ്റ്റ് നമുക്ക് എക്സാം പാസ്സാവണമാണ് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാലും നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എഴുതി നിങ്ങൾ പാസ്സാവുമായിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ചിലപ്പോൾ ഒരു പോയിന്റ് ഒക്കെ മാറ്റി വരാം. ഒരു ക്വസ്റ്റ്യൻ ലെറ്റർ ആണെങ്കിലും ഒരു ബ്ലോഗ് ആണെങ്കിലും അതിൽ ചോദിക്കുന്ന ഒരു പോയിന്റ് മാത്രം മാറ്റി വരാം. നിങ്ങൾ കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോയിന്റ് തനിയെ ആഡ് ആക്കാനുള്ള ശേഷി ഉണ്ടാവില്ല, കപ്പാസിറ്റി ഉണ്ടാവില്ല. നമ്മൾ തനിയെ, അതായത് ക്വസ്റ്റ്യൻ മാറി പുതിയൊരു കോഡ് വന്നാൽ നമ്മൾ തനിയെ എഴുതാൻ പറ്റണം. അത് എഴുതാൻ പറ്റണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ എഴുതും പ്രാക്ടീസ് ചെയ്യുമ്പോൾ തനിയെ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യും, എന്നാലാണ് അത് ശരിയാവുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എഴുതുമ്പോൾ ഞാൻ ഷൈബന്റെ സ്പ്രഹന്റെ എല്ലാത്തിന്റെ മാത്രമായിട്ടുള്ള ടിപ്സ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കൃത്യം ഒരു ഷൈബനൊക്കെ എഴുതുന്ന ഒരു ഫോർമാറ്റ് കാര്യങ്ങൾ, ബ്ലോഗ് ആണെങ്കിൽ പാരഗ്രാഫ് ആക്കണം, അതേപോലെ അന്നല്ലേന്ന് എഴുതണം, ഹെഡിങ് കൊടുക്കണം, ലെറ്റർ എഴുതുമ്പോൾ ചില കുറച്ച് കാര്യങ്ങൾ, ഈ കുറച്ച് ഫോർമാറ്റ് ചെറിയ കാര്യങ്ങളായിരിക്കും. ഈ കാര്യങ്ങൾ നമ്മൾ ഓർക്കും ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, ഒരു ഹെഡിങ് എഴുതിയില്ല എന്താണ്. പക്ഷെ നമ്മൾ ഈ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ചിലപ്പോൾ തോപ്പിക്കുക. നമ്മൾ ഫുൾ മാർക്ക് കിട്ടില്ല എന്ന് വിചാരിക്കരുത്. ഫുൾ മാർക്ക് അല്ല, നമ്മൾ ജയിക്കണമെങ്കിലും ഈ ചെറിയ കാര്യങ്ങൾ കാരണമായിരിക്കാം നമ്മൾ ചിലപ്പോൾ തോറ്റു പോകുന്നത്. അതായത് നമ്മൾ എത്ര വലിയ രീതി ഗ്രാമാറ്റിക്സ് ആടാക്കി ഒരുപാട് കാര്യങ്ങൾ എഴുതി എന്ന് പറഞ്ഞാലും ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മളെ തോപ്പിക്കാനുള്ള വളരെയധികം ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് അതിന്റെ ഫോർമാറ്റ് നിങ്ങൾ ആ വീഡിയോ നിങ്ങൾക്ക് എന്റെ ചാനലിൽ തന്നെ ഞാൻ ഷൈബന്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ തന്നെ തരുന്ന വീഡിയോസ് എല്ലാം ഞാൻ ആ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളായിരിക്കും, നമ്മൾ അത് നോട്ട് ചെയ്യുക. അത് നമ്മൾ മാക്സിമം നമ്മൾ അത് എഴുതുമ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ എഴുതുക. കാരണം ആ ഒരു കാര്യം ചിലപ്പോൾ നമ്മളെ തോപ്പിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. നമ്മൾ ചെറിയ ബേസിക് കാര്യങ്ങൾ, അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാമാറ്റിക്സ് ബേസിക് കാര്യങ്ങൾ, അതായത് നൗൺ ക്യാപിറ്റൽ ലെറ്റർ എഴുതുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കണം. അതൊക്കെ നിർബന്ധമാണ്. അതൊക്കെ ബേസിക് ചെറിയ കാര്യങ്ങളല്ല. ഇതിനൊക്കെ ചെറിയ മാർക്കേ പോകുള്ളൂ വിചാരിക്കരുത്. ചിലപ്പോൾ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്തില്ലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പോവുകയും നിങ്ങൾ തോക്കാൻ വരെ ചാൻസ് ഉണ്ട്. സോ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ വലിയ ഒരുപാട് വൊക്കാബും ഗ്രാമാറ്റിക്സും മാത്രം ആഡാക്കിക്കൊണ്ട് കാര്യം ഉണ്ടാവണമെന്നില്ല. അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. അതാണ് എനിക്ക് ഷൈബലിൽ പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വൊക്കാബ്, ഞാൻ പറഞ്ഞത് നമ്മൾ വൊക്കാബ് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അത് ഷൈബലിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അതാണ് മെയിൻലി നമ്മൾ ശ്രദ്ധിക്കണം. അത് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ പഠിച്ച വൊക്കാബൊക്കെ നമുക്ക് ഗുണമായിട്ട് വരിക. പിന്നെ ലേസൺ ഹ്യോർൺ, ഞാൻ എല്ലാത്തിലും പറയാം, ലേസൺ ഹ്യോർൺ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ടച്ച് ഉണ്ടാക്കിയല്ല നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലേസൺ ഹ്യോർണും എന്നും ഏതെങ്കിലും വീഡിയോസ്, പോഡ്കാസ്റ്റുകൾ, ഇപ്പൊ ഈ ലേസനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞു, ഷോർട്സ് ആണെങ്കിൽ ഷോർട്ട് ഫിലിംസ് ഉണ്ടാവും, അല്ലെങ്കിൽ റീൽസ് കാര്യങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ജർമ്മൻ സബ് ടൈറ്റിൽ അതിന്റെ കൂടെ ഉണ്ടാവും. ജർമ്മൻ സബ് ടൈറ്റിലും കാണാം, ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടാവും. ജർമ്മൻ സബ് ടൈറ്റിൽ വായിച്ചിട്ട് മനസ്സിലായാലും ഇംഗ്ലീഷ് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങളവിടെ കേൾക്കുന്നുണ്ട്, ഹ്യോറൻ ഉണ്ട്, ലേസൺ ഉണ്ട്. മനസ്സിലായാലും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. സോ നിങ്ങൾ ഡെയിലി ഒരു 5 മിനിറ്റ് ഉള്ള വീഡിയോ ആയിട്ട് അത് കണ്ടാലും നിങ്ങൾക്ക് അപ്പം അതിന്റെ കൂടെ മനസ്സിലാവില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അതിന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ ഫെമിലിയർ ആയിട്ട് തോന്നും. അവരുടെ പ്രൊനൗൺസിയേഷൻ, നമ്മൾ മലയാളികൾ പറയുന്ന പ്രൊനൗൺസിയേഷനും കൃത്യം പ്രൊനൗൺസിയേഷൻ അവർ തന്നെ പറയുന്നതാണ്. ജർമ്മൻകാർ പറയുന്ന പീപ്പിൾ പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത്. ഞാൻ പറയുന്നത് ജർമ്മൻ റിലേറ്റഡ് ആയിട്ട് ഗ്രാമാറ്റിക്സ് വീഡിയോസ് കാണണമെന്നല്ല. അത് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയറാക്കാൻ കാണാം. അതല്ല, ജർമ്മൻ ആൾക്കാർ സംസാരിക്കുന്ന കാഷ്വൽ ടോക്സ്, ബ്ലോഗ് കാര്യങ്ങൾ കാണുക എന്നാണ്. അത് നിങ്ങൾ B2 നിങ്ങൾ B2ന്റെ അടുത്ത് കാണണ്ട. B2 നമ്മൾ B2 ലെവലാണെങ്കിൽ നമ്മൾ B2ന്റെ അടുത്ത് കാണുമ്പോൾ നമുക്ക് അത്രത്തോളം മനസ്സിലാവില്ല. പക്ഷെ നമ്മുടെ ലെവൽ കുറഞ്ഞ് കണ്ടു നോക്കും, നമുക്ക് അത്യാവശ്യം മനസ്സിലാവും. അപ്പൊ നിങ്ങൾ B2 ആദ്യം A1 ലെവൽ കാണുക. A1 ലെവൽ കണ്ട് ഓക്കെ ആയി എന്ന് തോന്നുവാണെങ്കിൽ A2ലേക്ക് പോവുക, പിന്നെ B1ലേക്ക് പോവുക. B2 നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ അത്രത്തോളം മനസ്സിലാവണമെന്നില്ല. സോ നിങ്ങൾ ഏത് ലെവലിലാണോ അതിന്റെ ലോവസ്റ്റ് ആയിട്ടുള്ള ലെവലിന്റെ വീഡിയോസ് കാണുക. അപ്പൊ നിങ്ങളുടെ ലേസണിംഗ് ഹ്യോർൺ നല്ല രീതിയിൽ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് കേൾക്കുക, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണുക. അതാകുമ്പോൾ നമുക്ക് കാണാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും, നമുക്ക് ഹെൽപ്ഫുള്ളും ആവും. അങ്ങനെയാണ് ലേസൺ ഹ്യോർണിൽ നമുക്ക് ടച്ച് പോകാതിരിക്കാൻ പറ്റിയ സാധനം. എക്സാം കഴിഞ്ഞവരാകട്ടെ, എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാകട്ടെ, നമുക്ക് ഈ 4 മൊഡ്യൂളും കൈ കിട്ടുന്നത് വരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്.
നമ്മൾ പ്രാക്ടീസ് ചെയ്തോണ്ട്. അത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണം എന്നല്ല, ഞാൻ എക്സാം ഫോക്കസിൽ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ എക്സാം, ഇപ്പൊ എനിക്ക് എക്സാമിന്റെ 4 കിട്ടി, പക്ഷെ എനിക്ക് ഇനി എന്താണ് പോകാനുള്ള ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്റെ സ്പീക്കിംഗ് ആണ് അവർ നോക്കുക. അതുകൊണ്ട് ഞാൻ ആ സ്പീക്കിംഗ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ടച്ച് ജർമ്മൻ ലാംഗ്വേജ് ആയിട്ടാണ് ടച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്റർവ്യൂവിൽ നല്ല രീതിയിൽ പറയാൻ പറ്റില്ല. നമുക്ക് 4 മൊഡ്യൂൾസ് ഉണ്ട്, നമ്മൾ ഇന്റർവ്യൂവിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നില്ലെങ്കിൽ നമ്മളെ എംപ്ലോയർ എടുക്കില്ല, എംപ്ലോയർക്ക് നമ്മൾ ഇഷ്ടപ്പെടില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്താണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതാണ്. പക്ഷെ ഞാൻ എക്സാം ഫോക്കസിൽ പറഞ്ഞാണ്, നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞിട്ട് ഞാൻ അടുത്ത പ്രാക്ടീസ് ചെയ്യുള്ളൂ എന്ന് വിചാരിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരിക. എന്നാണോ നമ്മൾ റിസൾട്ട് വന്നാലേ നമുക്ക് കിട്ടുന്ന അതുവരെ നമ്മൾ വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞാലും നമ്മൾ ലാംഗ്വേജ് കാര്യങ്ങളിൽ നമുക്ക് എന്താണ് ടച്ച് ഉണ്ടാവണം. അതേപോലെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം ജസ്റ്റ് 3 മൊഡ്യൂൾസേ ഉള്ളൂ, ഒരു മൊഡ്യൂളില്ല, സ്പ്രഹന്റെ മൊഡ്യൂളില്ല. പക്ഷെ ചില എംപ്ലോയേഴ്സ് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കും. അപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണ്, നിങ്ങൾക്ക് നല്ല ടച്ച് ഉണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, അവർ പറയുന്നതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അതായത് 4 മൊഡ്യൂൾസ് ഇല്ലെങ്കിൽ അവർ നമ്മൾ, അതാണ് ചില ഏജൻസി 3 മൊഡ്യൂൾസ് വെച്ച് വിടാന്നൊക്കെ പറയുന്നത്, അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് അവർ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് തരും, നമ്മുടെ ലാംഗ്വേജ് ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞുള്ള സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ വിസ രജിസ്ട്രേഷൻ കിട്ടാനുള്ള ചാൻസും കുറവാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല കാര്യം, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജ് ബെറ്റർ ആക്കുക എന്ന് നോക്കുക. ആ ലാംഗ്വേജ് മാത്രം നിങ്ങൾക്ക് നല്ല ഫ്ലുവന്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുകയും അത് മാത്രം, സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോലും നിങ്ങൾക്ക് പോകാൻ പറ്റും. സോ നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റും കിട്ടുള്ളൂ, പോകാനും പറ്റുള്ളൂ. ലാംഗ്വേജ് ഫോക്കസ് ചെയ്യുക, ഈ എക്സാം റിസൾട്ട് മാത്രം ഫോക്കസ് ചെയ്തിരിക്കാതിരിക്കുക. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫെയിലായി അല്ലെങ്കിൽ 2 വട്ടം എത്ര വട്ടം ഫെയിലായി എന്ന് പറഞ്ഞാൽ നമ്മൾ മെന്റലി ഡൗൺ ആവരുത്, നമ്മൾ അവിടെ നിന്ന് പോകരുത്, ഒരു ബ്രേക്ക് എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടച്ച് കുറഞ്ഞു പോകും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ഞാൻ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ, ഞാൻ മാത്രം വർക്ക് ചെയ്യുന്ന, ഞാൻ മാത്രമാണ് ഇത്ര വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് 4 മൊഡ്യൂൾ. എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. നമുക്ക് 4 മൊഡ്യൂൾസ് കിട്ടാതിരിക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലക്ക് ഫാക്ടർ അല്ലെങ്കിൽ ചെറിയ അവിടെ ഇവിടെയുള്ള ചില കാര്യങ്ങൾ, നമ്മളത് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കുക. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറ്റബോധം വരില്ല, ഞാൻ വർക്ക് ചെയ്യാനിട്ടാന്നുള്ളത്. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തു, എനിക്ക് കിട്ടിയില്ല എന്നുള്ള സങ്കടം നമുക്ക് വരും. പക്ഷെ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തില്ല എന്നുള്ള ഒരു കുറ്റബോധം കൂടി നമുക്ക് വരും. സോ നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. എവിടെയെങ്കിലും അവിടെ മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നോക്കുക. സോ നിങ്ങൾ എഴുതാൻ പോകുന്നവരാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഞാൻ B2 എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്. B2 ക്ലാസ്സസ് അല്ല, എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ താഴെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തേക്കാം, നിങ്ങൾ DM ചെയ്താൽ മതി. പക്ക എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് ആണ്, B2ന്റെ ആണ്. നിങ്ങളെ ഗോയിത്തേൽ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ്, അത് എക്സാം ഡേറ്റ് ഒക്കെ എടുത്തിട്ട് എക്സാമിന് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ എക്സാമിന് ലാസ്റ്റ് വീക്ക് ചെയ്തിട്ടല്ല കാര്യം, അതിന് മുമ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എല്ലാം നമ്മൾ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ്. മെയിൻലി ഷൈബനും സ്പ്രഹനും ആണ് ഫോക്കസ് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പൊ ഷൈബം മാത്രം മതിയെങ്കിൽ അത് മാത്രമായിട്ട് എടുക്കുക. അങ്ങനെ ഷൈബം മാത്രമാണ് 7 ദിവസത്തെ ക്ലാസ് ആയിരിക്കും, സ്പ്രഹൻ മാത്രമാണെങ്കിലും 7 ദിവസം ആയിരിക്കും. രണ്ടും കൂടി ഒന്നിച്ചാണെങ്കിൽ ഒരു 2 ആഴ്ച 14 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. നൈറ്റിലായിരിക്കും ക്ലാസ്സസ് വരുന്നത്. സോ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫീസൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. എനിക്കറിയാം ഒരുപാട് എക്സ്പെൻസ് വരുന്നതെന്നറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള ഒരു എമൗണ്ടും ആണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് പേര് യൂസ്ഫുൾ ആയി എന്ന് പറയുന്നത്. നമ്മളൊരു ബാച്ച് വൈസ് ആയിരിക്കും, ഒരു ബാച്ചിൽ ഒരുപാട് പേരൊന്നും ഉണ്ടാവില്ല. മാക്സിമം ഇൻഡിവിജ്വൽ ക്ലാസ് അല്ല, അതിനുള്ള ടൈം ഇല്ല. മാക്സിമം ഒരു 6 പേരൊക്കെ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾക്ക് സ്പീക്കിംഗ് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഒരു റിലേഷൻ ഇല്ലാത്ത നിങ്ങളെല്ലാം പല രീതിയിൽ പഠിച്ചവരായിരിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്തും ടേമ ചെയ്തും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങളുടെ ലാംഗ്വേജ് ബെറ്റർ ആക്കാൻ പറ്റും. സോ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണ്, നമ്മൾ ഈ മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഷൈബന്റെ ക്ലാസ്സസ് ആണ്. സോ നമ്മൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടനെ തന്നെ മെസ്സേജ് അയക്കുക. കാരണം നിങ്ങൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ഇടയ്ക്ക് നമ്മൾ അങ്ങനെ കയറ്റാറില്ല. കാരണം നിങ്ങളുടെ തന്നെ ക്ലാസ്സസ് ആണ് പോകുന്നത്. ഒരു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെയാണ് പിന്നെയും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങളുടെ ക്ലാസ്സസ് കിട്ടാതെ പോകും. സോ ഇൻട്രസ്റ്റ് ആണ്, ആദ്യം നമ്മുടെ ഷൈബന്റെ ക്ലാസ് ആണ് ഈ തിങ്കളാഴ്ച തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നൈറ്റ് ക്ലാസ്സസ് ആയിരിക്കും. സോ ക്ലാസ് കാര്യങ്ങൾ ഫീസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി എന്നെ മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യാതിരിക്കുക, എന്നാലാണ് നമുക്കൊരു മനസ്സിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുക. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ റിസൾട്ട് വന്നാലും നമുക്ക് ബാഡ് അടിക്കുമെന്നുണ്ടെങ്കിലും നമ്മൾ വർക്ക് ചെയ്തില്ല എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാവില്ല. സോ